രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ സൗന്ദര്യ ലഹരി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് 7ാമത്തെ എപ്പിസോഡാണ്. 7ാമത്തെ ശ്ലോകമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പുള്ളതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. അത് കേൾക്കുക. ആയുരാരോഗ്യ സൗഖ്യത്തിന് നല്ലതാണ്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കണ്ണൻ്റെ രാധാദേവിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. കേൾക്കുക, പുണ്യം നേടുക. ഉടൻ തന്നെ എല്ലാ ബുധനാഴ്ചയും ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ആരംഭിക്കുന്നു. അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്, നിങ്ങളത് കേൾക്കുക. അഷ്ടപതി അവസാനത്തോടടുത്ത് കഴിഞ്ഞു. എല്ലാ വെള്ളിയാഴ്ചയും 12 മണിക്ക് നമുക്ക് സൗന്ദര്യ ലഹരിയുടെ ക്ലാസ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ, അങ്ങനെ ചിലർ പറയുന്നുണ്ട്, ഞാൻ കൊല്ലത്താണ്, ഇവിടെ വന്നാൽ മതി, 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. അതിലേക്ക് വിളിച്ചാൽ മതി. നിശ്ചയമായും മറുപടി കിട്ടും. പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, കേൾക്കണം. ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്. കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ കേൾക്കുക. അതേ കണക്ക് തന്നെ ഭക്തമീരയുടെ കഥ ഇട്ടിട്ടുണ്ട്. നിരവധി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എന്നും രാവിലെ 5:30 മണിക്ക് ഒരു പുതിയ ഉത്തേജനത്തോടു കൂടി, പോസിറ്റീവ് എനർജിയോടുകൂടി ഒരു ദിവസം തുടങ്ങാൻ മോർണിംഗ് മെസ്സേജുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാൻ നമുക്ക്. അതേ കണക്ക് രാധികാ കവചം 2 ഉണ്ട്. രണ്ടും ഞാൻ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അത് കൂടാതെ രാധികാ കവചം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കേൾക്കുക. രാധാ സഹസ്രനാമമുണ്ട്, അത് കൃഷ്ണപ്രിയയാണ് പാടിയത്. രാധാ മാനസതന്ത്രമുണ്ട്, അൽബയാണ് പാടിയത്. ഇതൊക്കെ കേൾക്കുമല്ലോ. ഓം മഹാഗണപതേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. बरसाने वाली राधा रानी की जय.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണിയമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണിയമ്മക്ക് ജയ്. അപ്പം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ സൗന്ദര്യലഹരി പാടിത്തരുന്നത് രാധാ കവചത്തിലൂടെയും രാധാ സഹസ്രനാമത്തിലൂടെയും അഷ്ടപതിയിലൂടെയും നാരായണീയത്തിലൂടെയും രാധേ രാധേ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ കൃഷ്ണപ്രിയയാണ്. കൃഷ്ണപ്രിയ, ഇനി ഞാനൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം നിങ്ങൾക്കാർക്കുമില്ല. രാധേ രാധേ ചാനലിന് ഏറെ പ്രിയപ്പെട്ടതാണ് കൃഷ്ണപ്രിയ. എപ്പോഴും ഞാൻ പറയുമ്പോൾ ഞങ്ങളുടെ കൃഷ്ണപ്രിയ എന്നാണ് പറയുന്നത്. കൃഷ്ണപ്രിയ എനിക്ക് ഒരിക്കലും ഒരു അന്യ കുടുംബത്തിലെ അംഗമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എൻ്റെ തന്നെ കുടുംബത്തിലെ ഒരംഗം, എൻ്റെ ഒരു കുഞ്ഞനുജത്തി, അങ്ങനെയാണ് എനിക്ക് കൃഷ്ണപ്രിയയെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞനുജത്തിയെപ്പോലെ ഞാൻ സ്നേഹിക്കുന്ന കൃഷ്ണപ്രിയ, രാധേ രാധേ ചാനലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന കൃഷ്ണപ്രിയ, ആ കൃഷ്ണപ്രിയ രാധാറാണി വിരൽ തൊട്ട് അനുഗ്രഹിച്ച കൃഷ്ണപ്രിയ, ആ കൃഷ്ണപ്രിയ ഇതാ, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ ഇതാ, ഞാൻ എൻ്റെ കുഞ്ഞനുജത്തിയെപ്പോലെ ഇഷ്ടപ്പെടുന്ന കൃഷ്ണപ്രിയ ഇതാ, രാധേ രാധേ ചാനൽ കാണുന്ന ഓരോ അമ്മമാരും സ്വന്തം മകളായി കണക്കാക്കുന്ന കൃഷ്ണപ്രിയ, രാധേ രാധേ ചാനൽ കാണുന്ന ഓരോ പെൺകുട്ടികളും തങ്ങളുടെ ചേച്ചിയായും അനിയത്തിയായും, ആൺകുട്ടികൾ തങ്ങളുടെ ചേച്ചിയായും അനിയത്തിയായും ഒക്കെ കണക്കാക്കുന്ന കൃഷ്ണപ്രിയ പാടാൻ പോവുകയാണ് സൗന്ദര്യലഹരി അതിമനോഹരമായി. അത് കേക്ക്, അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. കാഞ്ചീദാമാ കരികലഭകുംഭസ്തനനത പരിക്ഷീണ മധ്യേ പരിണത ശരചന്ദ്രവദന ധനുർബാണാൻ പാശം സൃണമപി ദധനാ കരതലൈ പുരസ്താദാസ്താംന പുരമധിതുരാഹോ പുരുഷിക. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ അത് പാടിയത് കേട്ടല്ലോ. ഇനി നോക്കേ, ഖൊണ കാഞ്ചി ദാമ കരി കളഭ കുംഭ സ്തന നദ പരിക്ഷീണ മധ്യേ പരിണത ശരചന്ദ്രവദന ധനുർബാണാൻ പാശം സൃണമഭി ദധാന കരതലൈ പുരസ്താദാസ്താം ന പുരമതിതുരാഹോ പുരുഷിക. അർത്ഥം എഴുതിക്കോ. ഖൊണത്, ഖൊണത് എന്ന് പറഞ്ഞാൽ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന, അർത്ഥം എഴുതിക്കോണ്ടേ. ഖൊണത് അർത്ഥം ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന. കാഞ്ചിദാമ അർത്ഥം അരഞ്ഞാണത്തോടു കൂടിയവൾ, കാഞ്ചിദാമ അരഞ്ഞാണത്തോടു കൂടിയവൾ. കരി കളഭ കുംഭ സ്തനനഥ, കരി കളഭ കുംഭ സ്തനനഥ അർത്ഥം 30 വയസ്സുള്ള മദയാനയുടെ മസ്തകങ്ങൾ പോലെ, 30 വയസ്സുള്ള മദയാനയുടെ മസ്തകങ്ങൾ പോലെ ഇരിക്കുന്ന മാറിടങ്ങളുടെ ഭാരം കൊണ്ട് കുനിഞ്ഞവൾ. അപ്പോൾ 30 വയസ്സുള്ള മദയാനയുടെ മസ്തകങ്ങൾ പോലെ ഇരിക്കുന്ന മാറിടങ്ങളുടെ ഭാരം കൊണ്ട് കുനിഞ്ഞവൾ എന്നാണ് അർത്ഥം. പരിക്ഷീണ മധ്യേ അല്പം ഒതുങ്ങിയ മധ്യപ്രദേശത്തോട്, ശരീരത്തിൻ്റെ മധ്യഭാഗത്തോടു കൂടിയവൾ. അടുത്തത് പരിണത ശരചന്ദ്രവദന അർത്ഥം ശരൽക്കാലത്തിലെ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയവൾ, ശരൽക്കാലത്തിലെ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയവൾ. ധനു, ധനു വില്ല്, ബാണാൻ അമ്പുകൾ, പാശം കയറ്, ശ്രീണീം തോട്ടി, അഭി എന്നിവയെ, ദധാന ധരിക്കുന്നത്, കരതലൈ കൈകൊണ്ട്,
പുരസ്താത് മുന്നിൽ, ആസ്ഥാം ഭവിക്കട്ടെ, ന ഞങ്ങളുടെ, പുരമതിതു അർത്ഥം ത്രിപുരാന്തകന്റെ, അതായത് ശിവൻ ത്രിപുരാന്തകന്റെ, ആഹോ പുരുഷിക അഹങ്കാര രൂപിണി, അഹങ്കാര രൂപിണി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദേവിയുടെ അരയിൽ ഒരു അരഞ്ഞാണം ഉണ്ടത്രേ. സാക്ഷാൽ ആദി പരാശക്തിയായ ദേവിയുടെ അരയിൽ ഒരരഞ്ഞാണം ഉണ്ടത്രേ. ആ അരഞ്ഞാണം ഒരുപാട് ചെറിയ ചെറിയ മണികൾ ചേർന്നതാണ്. അപ്പൊ ദേവി ചലിക്കുന്നതിനനുസരിച്ച് ഈ മണികളെല്ലാം കൂടെ കിലുങ്ങി അതിമധുരമായ ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അപ്പൊ ദേവി ഒരരഞ്ഞാണം ധരിച്ചിട്ടുണ്ട്. ആ അരഞ്ഞാണം നിരവധി മണികൾ ചേർന്നതാണ്. ദേവി നടക്കുമ്പോൾ ദേവിയുടെ ശരീരത്തിൻ്റെ ചലനത്തിനനുസരിച്ച് ഈ മണികൾ എന്ത് ചെയ്യും? കിലുങ്ങി ഒരു മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കും. അപ്പൊ ദേവി നടന്നു പോകുന്നിടത്തൊക്കെ അതിമനോഹരമായ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ദേവിയുടെ മാറിടം ആനക്കുട്ടിയുടെ മസ്തകത്തിന് തുല്യമാണ്. ദേവിയുടെ മാറിടം ആനക്കുട്ടിയുടെ മസ്തകത്തിന് തുല്യമാണ്. അതേ കണക്ക് കുടം പോലെയുള്ള മാറിടങ്ങളുടെ, ദേവിയുടെ മാറിടം നല്ല കുടം പോലെ ഇരിക്കുകയാണ്. ആ കുടം പോലെ ഇരിക്കുന്ന മാറിടത്തിൻ്റെ ഭാരം കൊണ്ട് എന്തു ചെയ്യുന്നു? ആ അല്പമൊന്ന് കുനിഞ്ഞതാണ് ദേവിയുടെ ശരീരം. മനസ്സിലായോ? അപ്പൊ ദേവിയുടെ മാറിടത്തിന് നല്ല ഭാരമുണ്ടെന്നും ആ ഭാരം താങ്ങാനാകാതെ ശരീരം അല്പമൊന്ന് കുനിഞ്ഞു പോയെന്നും അങ്ങനെ ദേവിയുടെ ശരീരം നല്ല ഒതുങ്ങിയതായി തീർന്നു എന്നും പറയുന്നു. ദേവിയുടെ അരക്കെട്ടാകട്ടെ നല്ല ഒതുങ്ങി സുന്ദരമായ അരക്കെട്ടാണ്. ദേവിയുടെ മുഖമാകട്ടെ ശരത്കാലത്തെ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ്. ദേവി തൻ്റെ 4 കൈകളിലായിട്ട് ധനുസ്, ബാണങ്ങള്, കയറ്, തോട്ടി എന്നിവ ധരിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിലായ? ദേവിയുടെ മാറിടം ആനക്കുട്ടിയുടെ മസ്തകത്തിന് തുല്യമാണ്. കുടം പോലെ ഇരിക്കുകയാണ് ദേവിയുടെ മാറിടം. അതിന് നല്ല ഭാരമുണ്ട്. അതുകൊണ്ട് ദേവിയുടെ ശരീരം അല്പമൊന്ന് കുനിഞ്ഞു ഭംഗിയാറുന്നു. ദേവിയുടെ അരക്കെട്ട് നല്ല ഒതുങ്ങിയതാണ്. ദേവിയുടെ മുഖമാകട്ടെ ശരത്കാലത്തെ പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ്. ദേവി തൻ്റെ 4 കൈകളിലായിട്ട് ധനുസ്, ബാണങ്ങള്, കയറ്, തോട്ടി എന്നിവ ധരിച്ചിരിക്കുന്നു. ദേവിയുടെ സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ച് ഭർത്താവായ ശിവഭഗവാന് അല്പം അഹങ്കാരമുണ്ടത്രേ. ദേവി തനിക്ക് ഇത്രയും സുന്ദരിയായ ദേവിയെ ഭാര്യയായി ലഭിച്ചതുകൊണ്ട് സാക്ഷാൽ ശിവഭഗവാൻ അല്പം അഹങ്കാര സ്വരൂപനായി ഭവിച്ചു. അതായത് ശിവഭഗവാന്റെ സ്വകാര്യമായ അഹങ്കാരമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ദേവി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഹാദേവി, മഹാത്രിപുര സുന്ദരി ഞങ്ങളുടെ ഹൃദയ കമലങ്ങളിൽ പ്രകാശിച്ചരുളേണമേ എന്നാണ് പറയുന്നത്. അപ്പൊ ദേവിയുടെ അരക്കെട്ടിൽ അരഞ്ഞാണം, അതിൽ മണികൾ നടക്കമ്പം കിലുങ്ങും ആനയുടെ മസ്തകം പോലെയുള്ള ഏതാണ് മാറിടം. ആ മാറിടമാകട്ടെ നല്ല ഭാരമുള്ളത്. അതിൻ്റെ ഭാരം കൊണ്ട് ദേവിയുടെ ശരീരം അല്പമൊന്ന് കുനിഞ്ഞ് ഭംഗിയായി തീർന്നു. അതേ കണക്ക് തന്നെ ദേവിയുടെ അരക്കെട്ട് നല്ല ഒതുങ്ങിയതാണ്. ദേവിയുടെ മുഖം ശരത്കാലത്തെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു. ദേവിക്ക് 4 കൈകളുണ്ട്. 4 കൈകളിലായി ധനുസ്, ബാണം, കയറ്, തോട്ടി എന്നിവ ധരിച്ചിരിക്കുന്നു. ദേവിയുടെ ആ സ്ത്രീ സൗന്ദര്യത്തിൽ അങ്ങ് ലയിക്കുകയും ഇത്രയും സുന്ദരിയായ ദേവിയെ തനിക്ക് ഭർത്താവായി ലഭിച്ചതിൽ ശിവഭഗവാൻ അത്യധികം ആഹ്ലാദിക്കുകയും അല്പം അഹങ്കാരം ഉണ്ടാവുകയും ചെയ്തു. അതായത് ദേവി എന്ന് പറയുന്നത് ശിവഭഗവാന്റെ സ്വകാര്യമായ അഹങ്കാരമാണ്.
ഈ ശ്ലോകം ഒരു മന്ത്രമാണ്. ഇത് നിങ്ങൾ നിത്യവും ജപിക്കുക. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കുന്ന ഒരു മന്ത്രമാണിത്. ഇനി നമുക്ക് ഇത് വളരെ വിശദമായി നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണിപൂരക ചക്രത്തിൽ പ്രകാശിക്കുന്ന ദേവിയുടെ രൂപത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. നമ്മുടെ മണിപൂരക ചക്രത്തിൽ വിവരിക്കുന്ന ദേവിയുടെ രൂപത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. ദേവിക്ക് സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും പരമെന്നും 3 രൂപങ്ങളുണ്ടെന്നറിയണം നിങ്ങൾ. അപ്പോൾ ദേവിക്ക് 3 രൂപമുണ്ട്. ഒന്ന് സ്ഥൂല രൂപം, 2 സൂക്ഷ്മ രൂപം, 3-മത്തത് പരം എന്ന് പറയുന്ന രൂപം. സ്ഥൂല രൂപം എന്ന് പറഞ്ഞാൽ കൈകളും കാലുകളും അങ്ങനെ ഒരു മനുഷ്യർക്കുള്ള അവയവങ്ങളൊക്കെ ഉള്ള ആ അവയവങ്ങളോട് കൂടിയതും മന്ത്രസിദ്ധന്മാർക്ക് മന്ത്രം ചെയ്ത് സിദ്ധി കൈവരുത്തിയവർക്ക് മാത്രം കണ്ണുകൾ കൊണ്ട് കാണാനും കൈകൾ കൊണ്ട് സ്പർശിക്കുന്നതിനും സാധിക്കുന്ന രൂപം. ആ രൂപത്തെയാണ് ദേവിയുടെ സ്ഥൂല രൂപമെന്ന് പറയുന്നത്. അത് സാധാരണക്കാരന് പറ്റത്തില്ല. അസാധാരണമായ മന്ത്രജപം കൊണ്ട് സിദ്ധി വരുത്തിയവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് സ്ഥൂല രൂപം എന്ന് പറയുന്നത്. 2-മത്തത് സൂക്ഷ്മരൂപമാണ്. സൂക്ഷ്മരൂപം എന്ന് പറയുന്നത് മന്ത്രകർമ്മങ്ങളായിട്ടുള്ളതാണ്. പുണ്യവാന്മാർക്ക് മാത്രം ദേവിയുടെ ശബ്ദങ്ങൾ കേൾക്കാം. അവർക്ക് മാത്രം ഉച്ചരിക്കുന്നതിനും, അതായത് പുണ്യം ചെയ്തവർക്ക് മാത്രം ദേവിയുടെ ശബ്ദങ്ങൾ കേൾക്കാം. ദേവിയുടെ ഉച്ചരിക്കുന്നത് കേൾക്കാം. അങ്ങനെ ഉള്ളതാണ് ആരെന്ന് പറയുന്നത് സൂക്ഷ്മരൂപം. അതായത് കൈയും കാലോടും കൂടി കാണാൻ പറ്റുന്നില്ല. പകരം സൂക്ഷ്മരൂപം എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശമയമായ രൂപമാണ്. സാധകന് ദേവിയുടെ ശബ്ദം കേൾക്കാൻ പറ്റും, ദേവി ഉച്ചരിക്കുന്ന പദങ്ങൾ കേൾക്കാൻ പറ്റും, പക്ഷേ രൂപം കാണാൻ പറ്റുന്നില്ല. ഇതാണ് സൂക്ഷ്മരൂപം എന്ന് പറയുന്നത്. പരം എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാർക്ക് വാസനാത്മകമായിരിക്കുന്നതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ദേവിയുടെ സംബന്ധിച്ചിടത്തോളം പുണ്യവാന്മാർക്ക് ധ്യാനിക്കുന്നതിന് വേണ്ടി മാത്രം വാസനാത്മകമായിരിക്കുന്ന കുണ്ഡലിനി ശക്തിയാണ്. ആ കുണ്ഡലിനിയാണ് ആരെന്ന് പറയുന്നത് പരം. അപ്പൊ ദേവിക്ക് 3 രൂപമാണുള്ളത്. ഒന്ന് സ്ഥൂല രൂപം, അത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണുന്ന കണക്ക് കൈയും കാലും ഒക്കെ ഉള്ള രൂപം. 2-മത്തത് സൂക്ഷ്മമാണ്, കണ്ണുകൊണ്ടൊരു രൂപവും കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ശ്രവിക്കാൻ സാധിക്കും ശബ്ദങ്ങൾ. 3-മത്തത് പരം. പരം എന്ന് പറഞ്ഞ കുണ്ഡലിനി. ഈ കുണ്ഡലിനി ശക്തി സത്യത്തിൽ ദേവീ ശക്തി തന്നെയാണ്. ഇവിടെ സ്ഥൂല ശരീരത്തെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമ്മുടെ സൗന്ദര്യ ലഹരിയിലെ ഈ ശ്ലോകത്തിൽ ദേവിയുടെ സ്ഥൂല ശരീരത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ശ്രീദേവിയുടെ സ്ഥൂലം, സൂക്ഷ്മം, പരം എന്നിങ്ങനെ ആയുധങ്ങളും 3 തരത്തിൽ. ദേവിയുടെ കയ്യിലുള്ള ആയുധങ്ങളെ 3ആയി തരംതിരിക്കാം: സ്ഥൂലം, സൂക്ഷ്മം, പരം. സ്ഥൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടുകൾ കൊണ്ട് ഞാണായി നിർമ്മിച്ചിരിക്കുന്നതും വണ്ടുകളെ ചേർത്ത് ഞാൻ നിർമ്മിച്ചിരിക്കുന്നതും, താഴത്തെ കയ്യിൽ ധരിച്ചിരിക്കുന്ന കരിമ്പ് വില്ല്, വലത്തെ താഴത്തെ കയ്യിലുള്ള കമലം, രക്തകൈതവം, കൽഹാരം, ഇന്ദീവരം, സഹകാരം എന്നീ 5 പുഷ്പബാണങ്ങൾ ഉള്ളത്. മുകളിൽ ഇടത്ത് കയ്യിൽ, മനസ്സിലായില്ലേ, മുകളിൽ ഇടത്ത് കയ്യിൽ പവിഴക്കൊടി പോലെയുള്ള പാശം, വലത് കയ്യിൽ ചന്ദ്രക്കല പോലെയുള്ള അങ്കുശം. ഇത്രയുമാണ് സ്ഥൂലമായ ആയുധം. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ദ്രാം, ദ്രീം, ക്ലീം എന്നീ മന്ത്രങ്ങളാണ്. പരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങള്, രാഗങ്ങള്, ക്രോധങ്ങള്, ഇതിനെയാണ് പരം എന്ന് പറയുന്നത്. അപ്പൊ ദേവിയുടെ രൂപവും 3, ദേവിയുടെ രൂപവും 3, ദേവിയുടെ ആയുധങ്ങളും 3 എന്നറിയുക. അപ്പൊ ത്രിപുരങ്ങളിലും 3 പുരങ്ങളിലും ത്രിപുരങ്ങളിലും സുന്ദരിയായ ശ്രീ മഹാ ത്രിപുര സുന്ദരിയെ ആരാധിക്കുവിൻ.
ത്രിപുര സുന്ദരി, ശ്രീദേവി, രാജരാജേശ്വരി, ആദിപരാശക്തി എന്നെല്ലാം അറിയപ്പെടുന്ന സാക്ഷാൽ രാധാറാണിയെ ആരാധിക്കുവിൻ. ഓർമ്മിക്കുക, മഹാത്രിപുര സുന്ദരി എന്നും ശ്രീദേവി എന്നും രാജരാജേശ്വരി എന്നും ആദിപരാശക്തി എന്നും അറിയപ്പെടുന്ന മൂർത്തിമത് രൂപമായ, നമ്മൾ പറയും സുപ്രീം പവറായിട്ടുള്ള രാധാറാണിയെ നിങ്ങൾ ആരാധിക്കുവിൻ. അതോടൊപ്പം തന്നെ ശിവഭഗവാൻ പറയുന്നു, ക്ലീം എന്ന മന്ത്രം 45 ദിവസം 1000 തവണ നിങ്ങൾ കയ്യിൽ ഭസ്മം എടുക്കുക. ആ ഭസ്മത്തിൽ നിങ്ങളുടെ മോതിര വിരൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ക്ലീം എന്ന മന്ത്രം 1000 തവണ ജപിക്കുക. അങ്ങനെ 45 ദിവസം നിങ്ങൾ ജപിച്ച് സിദ്ധി വരുത്തിയ മന്ത്രം നിങ്ങൾ ശിരസിൽ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളെ നിഷ്പ്രയാസം ജയിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ബിസിനസ് ഒക്കെ നടത്തുന്നവർക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യും. അവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും. അവർക്ക് മറ്റുള്ളവർ ചെയ്വനെയൊക്കെ ചെയ്യുമല്ലോ, നമുക്ക് ഓരോരുത്തരുടെ അഭിവൃദ്ധി വരുമ്പോൾ അത് ഇല്ലാതാകാൻ ചെയ്വനെയൊക്കെ തരും. ആ ചെയ്വന ദോഷങ്ങൾ ഇല്ലാതാക്കാൻ ഈ ക്ലീം എന്ന മന്ത്രം സഹായിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ത്രിപുരങ്ങളിലും 3 പുരങ്ങളിലും സുന്ദരിയായ ശ്രീ മഹാത്രിപുര സുന്ദരി, ശ്രീദേവി, രാജരാജേശ്വരി, ആദിപരാശക്തി എന്നറിയപ്പെടുന്ന രാധാറാണിയെ പൂജിക്കുവിൻ. രാധാറാണിയെ പൂജിക്കുവിൻ. രാധാറാണിയെ പൂജിക്കുവിൻ. ഗോലോകത്തേക്ക് പോകാൻ തയ്യാറെടുക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.